ചുറ്റും വന്ന് കൂടി ആൾക്കൂട്ടത്തിലൊന്നും നട്ടലുള്ള ഒരുത്തിനെയും കണ്ടില്ല. ഒരു തൊഴിലാളി നേതാവിന്റെയും ഫോൺ കോൾ അവിടെ വന്നില്ല. ഒരു പോലീസും അവർക്കായി ഇടപെട്ടില്ല. കാരണം കൊടും വെയിലത്ത് തകരപ്പാട്ടയ്ക്കകത്തിരുന്ന് ദീർഘദൂരം ഡ്രൈവ് ചെയ്യവേ കുടിവെള്ളത്തിന്റെ കുപ്പി കയ്യെത്തും ദൂരത്ത് വെച്ചത് വലിയൊരു തെറ്റാണല്ലോ. പൊറുക്കാൻ പറ്റാത്ത അപരാധം, കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ, അങ്ങനെ എന്തെല്ലാം. മാത്രമല്ല കീടങ്ങളുടെ സങ്കടം കാണാൻ ആർക്കും ഇവിടെ സമയവും സൗകര്യവും ഇല്ലല്ലോ. ലേബർ കോടതിയിലെ ജഡ്ജിമാരെ, ഉദ്യോഗസ്ഥ മഹാന്മാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ്റേ എടുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കുള്ളത് വാഴപ്പിണ്ടിയാണോ നട്ടലാണോ എന്ന് ഉറപ്പ് വരുത്തണം. മഹാനായ മന്ത്രിജി, അവ മുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. ഒന്ന് ഓർക്കുക. ലില്ലിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, വേർ സപ്രഷൻ വേർ ഒപ്രഷൻ. എവിടെ അടിച്ചമർത്തലുകൾ കൂടുന്നുവോ അവിടെ ചെറുത്തുനിൽപ്പും കൂടും. ആ ചെറുത്തുനിൽപ്പ് പിടിച്ചു നിർത്താനും ആവില്ല. ഈ ഡ്രൈവറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 10 പേരും ഒരുമിച്ച് വന്ന് താങ്കളുടെ നടു റോഡിൽ പിടിച്ചു നിർത്തി ഇതുപോലൊരു പട്ടി ഷോ കാണിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ആക്രമണം ഉണ്ടായാൽ പണ്ടേ ഡിഫെൻഡ് ചെയ്യാൻ താങ്കൾക്ക് അറിയില്ലല്ലോ. ഓച്ചാനിച്ചു നിന്ന് രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ചാട്ടവാറടിയും കൊണ്ട് പറയുന്ന തോന്നിയവാസങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പഴയകാലത്തെ പ്രജയല്ല ഇന്നത്തെ അഭിമാനമുള്ള നട്ടലുള്ള പൗരൻ. മറക്കരുത്, ഈ കിട്ടിയ അധികാരവും ചെങ്കോലും ഒന്നും പാരമ്പര്യമായി കൈവശം വന്നതല്ല. ഇത് വോട്ടർമാരുടെ ദാനമാണ്. അതിനായുസ് വെറും 5 വർഷവും. ആളും ആരവവും ഓൺലൈൻ ചാനലുകാരുടെ അകമ്പടിയും ഒന്നുമില്ലാതെ മണ്ണിൽ കാലുകുത്തി നിൽക്കുന്ന ഒരു നാൾ വരും. അന്ന് നിങ്ങൾ ബഹുമാനിക്കപ്പെടണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്നവരെ തൊഴിലാളികളായി കാണാതെ മനുഷ്യരായി കാണും. അധികാരത്തിലിരിക്കുന്നവർക്ക് അനുസരിപ്പിക്കാനും അടിമകളാക്കാനുമുള്ള ടെൻഡൻസി കൂടുതലാണ്. ആ ടെൻഡൻസിയുടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ വെറുക്കപ്പെട്ടവരും അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് എടുത്ത് എറിയപ്പെടുന്നവരുമായി മാറും. KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ശ്രീ ഗണേഷ് കുമാർ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. പക്ഷേ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ധാർഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റവും തൊഴിലാളികളോട് കാണിക്കുന്ന പുച്ഛവും ഒന്ന് കുറച്ചാൽ വളരെ നന്നായിരുന്നു.